നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 7ാം ഘട്ടത്തിന് ഇനി മണിക്കൂറുകൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. 8 സംസ്ഥാനങ്ങളിൽ നിന്നായി 57 മണ്ഡലങ്ങളാണ് പോർക്കളത്തിലുള്ളത്. പ്രചാരണത്തിന് ഇനി വെറും 48 മണിക്കൂർ മാത്രം ശേഷിക്കെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പ്രചരണം വളരെ ശക്തമാക്കി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അഖിലേഷ് യാദവും രാഹുൽ ഗാന്ധിയും ചേർന്ന് വാരണാസിയിൽ നടത്തിയത് ഒരു വമ്പൻ റോഡ് ഷോ തന്നെയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവട്ടെ സ്വന്തം മണ്ഡലമായ വാരണാസിയിലല്ല, മറിച്ച് പശ്ചിമ ബംഗാളിലാണ് ഏറ്റവും അധികം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അദ്ദേഹം പശ്ചിമ ബംഗാളിൽ തന്നെ നിലയുറപ്പിച്ചിരിക്കുന്നു. അദ്ദേഹം കൊൽക്കത്തയിൽ ഒരു വമ്പൻ റോഡ് ഷോ നടത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ 7ാം ഘട്ടത്തിൽ രാജ്യശ്രദ്ധ നേടുന്ന ചില മണ്ഡലങ്ങളുണ്ട്. അത് ഏതൊക്കെയെന്ന് പരിശോധിക്കേണ്ടതുണ്ട്. 7ാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന പൂർവാഞ്ചലിലെ 13 സീറ്റുകൾ ഇത് വളരെ പ്രാധാന്യമുള്ളതാണ്. ഉത്തർപ്രദേശിന്റെ കിഴക്കൻ മേഖലയാണ് ഈ പൂർവാഞ്ചൽ എന്ന് പറയുന്നത്. ഇവിടുത്തെ 3 സീറ്റുകൾ, അതായത് ഘാസിപൂർ, ഘോസി, ബില്ലിയ, ഈ 3 സീറ്റുകളിൽ BJPക്ക് ചെറുതല്ലാത്ത ആശങ്കയുണ്ട് എന്നുകൂടി പറയേണ്ടി വരും. ഘാസിപൂരിൽ 2019 BSP ടിക്കറ്റിൽ വിജയിച്ച അഫ്സൽ അൻസാരി ഇപ്പോഴുള്ളത് സമാജ്വാദി പാർട്ടി പാളയത്തിലാണ്. അദ്ദേഹം ഇക്കുറി സമാജ്വാദി പാർട്ടിയിൽ നിന്നും BJPയുടെ പരസ് റായിക്കെതിരെയാണ് മത്സരത്തിനിറങ്ങുന്നത്. ഇനി ഘോസി ലോക്സഭാ മണ്ഡലമാവട്ടെ, അത് മുൻപ് BSPയുടെ കൈവശമായിരുന്നു എങ്കിൽ പോലും ഇത്തവണ സുഹൽദേവ് ഭാരതീയ സമാജ്വാദി പാർട്ടിയുടെ അരവിന്ദ് രാജ്ഭറും അതിനോടൊപ്പം സമാജ്വാദി പാർട്ടിയുടെ രാജീവ് റായിയും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു മണ്ഡലമായി മാറിയിരിക്കുന്നു. ബല്ലിയയിലാവട്ടെ BJPയുടെ നീരജ് ശേഖർ സമാജ്വാദി പാർട്ടിയുടെ സനാതൻ പാണ്ഡെക്കെതിരെയാണ് മത്സരിക്കുന്നത്. 2019 BJP ഇവിടെ വിജയിച്ചത് നേരിയ ഭൂരിപക്ഷത്തിൽ മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സീറ്റ് നിലനിർത്തേണ്ടത് BJPയെ സംബന്ധിച്ച് അനിവാര്യതയാണ്. ഭൂരിപക്ഷം ഉയർത്തുക മാത്രമല്ല, മറിച്ച് വോട്ട് ഷെയർ കൂടി ഉയർത്തുക എന്ന ഒരു വലിയ ദൗത്യം ഈ മണ്ഡലത്തിൽ, അതായത് ബല്ലിയയിൽ BJPയുടെ ചുമലിലുണ്ട് താനും. ഇനി ബംഗാളിലാവട്ടെ, അവിടെ 9 സീറ്റുകൾ അപകടത്തിലാണ് എന്നാണ് ദേശീയ മാധ്യമങ്ങൾ പറയുന്നത്. 2019 അവയെല്ലാം TMC നേടിയതാണ്. അതായത് 2019 തെരഞ്ഞെടുപ്പിൽ ഈ 9 സീറ്റുകളും TMCയുടെ കൈവശമായിരുന്നു. ഈ മേഖലകളിൽ BJP വട്ടപൂജ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ മുന്നേറ്റം ഉണ്ടാക്കേണ്ടത് പാർട്ടിയെ സംബന്ധിച്ച് അഭിമാന പ്രശ്നം കൂടിയാണ്. അതിന്റെ ഭാഗമായി കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിവേകാനന്ദ പാറയിലെ ധ്യാനം എന്നുള്ള പൊളിറ്റിക്കൽ തന്ത്രം ഈ 7ാം ഘട്ടത്തിൽ വളരെ ബുദ്ധിപൂർവ്വം BJP പ്രയോഗിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ഈസ്റ്റ് ഇന്ത്യ മലയാളം.